ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദയവായി വാതിൽ അടയ്ക്കൂ. പിന്നെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദയവായി, ദയവായി എന്ന് വെച്ചാൽ എന്താ? പ്ലീസ്. വാതിൽ അടയ്ക്കൂ. അടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസ്. വാതിൽ എന്ന് വെച്ചാൽ എന്താ? ഡോർ. അപ്പം ദയവായി വാതിൽ അടയ്ക്കൂ. നമുക്ക് എങ്ങനെ എഴുതാം? പ്ലീസ്, ദയവായി, പ്ലീസ് ക്ലോസ് ദ ഡോർ. ദയവായി വാതിൽ അടയ്ക്കൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. സെക്കൻഡ് പോയിന്റ്, ഇന്ന് ഞാൻ വളരെ ആവേശത്തിലാണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്നെന്ന് വെച്ചാൽ എന്താ? ടുഡേ. ഞാൻ ഐ. വളരെ, വളരെ എന്ന് വെച്ചാൽ വെരി. ആവേശം എന്ന് വെച്ചാൽ എന്താ? എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് എഴുതാം. ഇന്ന് ഞാൻ വളരെ ആവേശത്തിലാണ്. ഐ ആം വെരി. വെരി എന്ന് വെച്ചാൽ എന്താ? വളരെ. എക്സൈറ്റഡ്. ഐ ആം വെരി എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആവേശം. ഐ ആം വെരി എക്സൈറ്റഡ്. ഇന്ന് വെച്ചാൽ എന്താ? ടുഡേ. ഇന്ന് ഞാൻ വളരെ ആവേശത്തിലാണ്. ഐ ആം വെരി എക്സൈറ്റഡ് ടുഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. നമുക്ക് തേർഡ് പോയിന്റ് പഠിക്കാം. തേർഡ് പോയിന്റ്, ഞാൻ ഈ ജോലി പൂർത്തിയാക്കും. അപ്പം ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. പൂർത്തിയാക്കും ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഈ ജോലി എന്ന് പറയുന്നത് എന്താ? ദിസ് വർക്ക്. ജോലി എന്ന് വെച്ചാൽ വർക്ക്. പൂർത്തിയാക്കും. പൂർത്തിയാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫിനിഷ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഈ ജോലി പൂർത്തിയാക്കും. ഐ വിൽ ഫിനിഷ് ഈ ജോലി. അപ്പോൾ ദിസ് വർക്ക്. ജോലി എന്ന് വെച്ചാൽ വർക്ക്. അപ്പോൾ ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക്. ഞാൻ ഈ ജോലി പൂർത്തിയാക്കും. ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫോർത്ത് പോയിന്റ്, എനിക്ക് സുഖമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എനിക്ക് സുഖമില്ല. അപ്പം ഐ ആം. സുഖമില്ലാതെ ഇംഗ്ലീഷ് വേർഡ് എന്താ? നോട്ട് ഫീലിംഗ് വെൽ. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ല. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ്, ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പോൾ ഇവിടെയും ദയവായി എന്ന് വെച്ചാൽ എന്താ? പ്ലീസ്. എനിക്ക് കുറച്ച് സമയം. എനിക്കെന്ന് വെച്ചാൽ എന്താ? മീ. കുറച്ച് സമയം. സം ടൈം. കുറച്ച് സമയം എന്ന് വെച്ചാൽ എന്താ? ടൈം. അപ്പോൾ സം ടൈം. തരുക എന്ന് വെച്ചാൽ എന്താ? ഗീവ്. അപ്പോൾ എങ്ങനെ എഴുതാം? ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പ്ലീസ് ഗീവ് മീ സം ടൈം. അപ്പം ഞാൻ സം ടൈം ഇവിടെ എഴുതാം. പ്ലീസ് ഗീവ് മീ സം ടൈം. അവിടെ എഴുതിയിട്ട് കാണാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ പ്ലീസ് ഗീവ് മീ സം ടൈം. ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പോൾ ദയവായി എന്ന് വെച്ചാൽ പ്ലീസ്. തരൂ, ഗീവ്. സം ടൈം എന്ന് വെച്ചാൽ എന്താ? കുറച്ച് സമയം. അപ്പോൾ ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ. പ്ലീസ് ഗീവ് മീ സം ടൈം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സിക്സ്ത് പോയിന്റ് എന്താ? ഞാൻ നിൻ്റെ പേര് മറന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. നിൻ്റെ, യുവർ. പേര് നെയിം. മറക്കുക എന്ന് വെച്ചാൽ എന്താ? ഫോർഗെറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയെന്ന് നോക്കാം. ഐ ഫോർഗെറ്റ് യുവർ. നിൻ്റെ പേര്, യുവർ നെയിം. അപ്പോൾ എന്താ? ഐ ഫോർഗെറ്റ് യുവർ നെയിം. ഞാൻ നിൻ്റെ പേര് മറന്നു. അപ്പോൾ ഫോർഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഫോർഗെറ്റ്. ഐ ഫോർഗെറ്റ് യുവർ നെയിം. ഞാൻ നിൻ്റെ പേര് മറന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. അപ്പോൾ ഇത് വിളിക്കാം. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. പിന്നീടുള്ളൊരു കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. നിന്നെ, യു. പിന്നീട് എന്ന് വെച്ചാൽ ലേറ്റർ. വിളിക്കുക എന്ന് വെച്ചാൽ എന്താ? കോൾ. നമുക്ക് എങ്ങനെ എഴുതാം? ഐ വിൽ കോൾ എന്ന് വെച്ചാൽ വിളിക്കുക.
കോൾ യു ലേറ്റർ. ഇവിടെ എഴുതാം ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഫ്യൂച്ചർ ടെൻസ് ആൻഡ് ഇവിടെ വിൽ യൂസ് ചെയ്തു. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതാം? എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. എനിക്ക് ഐ ഡോണ്ട് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ദയവായി പതുക്കെ സംസാരിക്കൂ. അപ്പം ദയവായി എന്ന് വെച്ചാൽ പ്ലീസ്. പതുക്കെ സ്ലോലി. സംസാരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്പീക്ക്. അപ്പോൾ ദയവായി പതുക്കെ സംസാരിക്കൂ. എങ്ങനെ എഴുതാം നമുക്ക്? പ്ലീസ് സ്പീക്ക്. ഇത് ഈ ആണ്. പ്ലീസ് സ്പീക്ക് സ്ലോലി. പെരിയെ. പ്ലീസ് സ്പീക്ക് സ്ലോലി. ദയവായി പതുക്കെ സംസാരിക്കൂ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ വീണ്ടും ശ്രമിക്കും. അപ്പോൾ ഇതും പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ വീണ്ടും എന്ന് വെച്ചാൽ എന്താ? എഗെയിൻ. ശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ? ട്രൈ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ വീണ്ടും ശ്രമിക്കും. ഐ വിൽ. ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് പിന്നീടുള്ളൊരു കാര്യമുണ്ട്, നമ്മളിവിടെ വിൽ യൂസ് ചെയ്തു. ഐ വിൽ ട്രൈ എഗെയിൻ. ഞാൻ വീണ്ടും ശ്രമിക്കും. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അപ്പം എങ്ങനെയാ? ലെറ്റ്സ്. തുടങ്ങുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. അപ്പം നമുക്ക് എഴുതാം ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. നമുക്കിപ്പോൾ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് ക്ഷീണം തോന്നുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ ആം. ക്ഷീണം എന്ന് വെച്ചാൽ ടയർഡ്. തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ ആം ഫീലിംഗ് ടയേർഡ്. ടയേർഡ് എന്ന് വെച്ചാൽ ക്ഷീണം. അപ്പം എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ ആം ഫീലിംഗ് ടയേർഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എല്ലാം ശരിയാകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതായത്? എല്ലാം എന്ന് വെച്ചാൽ എവ്രിതിങ്. ശരിയാകും. ഇതൊരു ശരിയാകും എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം ശരിയാവുക എന്ന് പറയുന്നത് എങ്ങനെയാ? ഫൈൻ. അപ്പം എല്ലാം ശരിയാകും. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. എവ്രിതിങ്. എല്ലാം എന്ന് വെച്ചാൽ എവ്രിതിങ്. നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വിൽ യൂസ് ചെയ്യുന്നുണ്ട്. എവ്രിതിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാകും. എവ്രിതിങ് വിൽ ബി ഫൈൻ. നെക്സ്റ്റ് പോയിന്റ് എന്താ? നാളെ കാണാം. അപ്പം നാളെ എന്ന് വെച്ചാൽ എന്താ? ടുമോറോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതായത്? സീ യു ടുമോറോ. നാളെ കാണാം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാനിപ്പോൾ വീട്ടിലാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ ഐ. ഇപ്പോൾ നൗ. വീട് എന്ന് വെച്ചാൽ ഹൗസ് എന്ന് പറയാം, ഹോം എന്ന് പറയാം. ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. അപ്പം നമുക്ക് എഴുതാം ഐ ആം അറ്റ് ഹോം. വീട്. ഐ ആം അറ്റ് ഹോം നൗ. ഞാനിപ്പോൾ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം നൗ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാനിപ്പോൾ TV കാണുകയാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഇപ്പോൾ നൗ. കാണുകയാണ്. വാച്ചിങ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ആം വാച്ചിങ് TV നൗ.
ഞാൻ ഇപ്പോൾ ടി വി കാണുകയാണ്. ഐ ആം വാച്ചിങ് ടി വി നൗ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 16th പോയിന്റ് എന്താ? ഇത് വളരെ സഹായകരമാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാം? ഇതെന്ന് വെച്ചാൽ ദിസ്, വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി, സഹായം, ഹെൽപ്പ്. അപ്പോൾ ഇത് വളരെ സഹായകരമാണ്. നമുക്കിപ്പം എഴുതാം. ദിസ് ഈസ് വെരി, വളരെ. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഇത് വളരെ സഹായകരമാണ്. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? ദയവായി വ്യക്തമായി സംസാരിക്കൂ. അപ്പോൾ ദയവായി എന്ന് വെച്ചാൽ എന്താ? പ്ലീസ്. സംസാരിക്കൂ, സ്പീക്ക്. അപ്പോൾ ദയവായി വ്യക്തമായി സംസാരിക്കൂ. വ്യക്തമായി എന്ന് വെച്ചാൽ എന്താ? ക്ലിയർലി. അപ്പം പ്ലീസ് സ്പീക്ക് ക്ലിയർലി. ദയവായി വ്യക്തമായി സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് ക്ലിയർലി. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഭയപ്പെടേണ്ട. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടേണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഒരുമിച്ച് പരിശീലിക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതേണ്ടത്? ഒരുമിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ടുഗദർ. പരിശീലിക്കുക, പ്രാക്ടീസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലെറ്റ്സ് പ്രാക്ടീസ്, പരിശീലിക്കുക. ലെറ്റ്സ് പ്രാക്ടീസ് ടുഗദർ. എന്ന് വെച്ചാൽ എന്താ? ഒരുമിക്കുക. ടുഗദർ, ഒരുമിച്ച്. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ ഒരുമിച്ച് പരിശീലിക്കാം. ലെറ്റ്സ് പ്രാക്ടീസ് ടുഗദർ. അപ്പോൾ ലെറ്റ്സ് പ്രാക്ടീസ് ടുഗദർ, ഒരുമിച്ച് പരിശീലിക്കാം. അപ്പോൾ നമ്മൾ 20th പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദയവായി പുറത്ത് കാത്തിരിക്കൂ. അപ്പോൾ ഇവിടെ ദയവായി എന്ന് പറഞ്ഞാൽ പ്ലീസ്. പുറത്ത്, ഔട്ട്സൈഡ്. കാത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ്. അപ്പോൾ ദയവായി പുറത്ത് കാത്തിരിക്കൂ. പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.